പുതിയ വീഡിയോയിൽ നമുക്കൊരു A4 സൈസിലെ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടന നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ A4 സൈസ് എടുത്തിട്ടുണ്ട്. പെൻ ടൂൾ ഉപയോഗിച്ചാണ്. പെൻ ടൂൾ ഷോർട്ട് കട്ട് P ആണ്. പെൻ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുന്നു. വരച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ലെയർ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പുതിയ ലെയർ എടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കാം. ഓക്കെ, പുതിയ ലെയർ എടുത്ത് ഞാൻ തൽക്കാലം F6 അടിച്ച് കളർ സാച്ചസ് എടുത്ത് തൽക്കാലം ഞാൻ ഇവിടെ ഒരു ഡാർക്ക് ഗ്രേ കളർ കൊടുക്കുകയാണ്. കൺട്രോൾ D കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. കൺട്രോൾ J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തതിന് ശേഷം ലെയറിൽ നമ്മൾ എടുത്ത കോപ്പിയെ ഞാൻ തൊട്ട് പുറകിലത്തെ ലെയറായിട്ട് വലിച്ചിട്ടതിന് ശേഷം അതിന് ഞാനൊരു ലൈറ്റ് ഗ്രേ കളർ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ T പ്രസ് ചെയ്ത് ഞാൻ ഇവിടെ നിന്നും കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ ബട്ടൺ അല്പം ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് നീക്കി വെക്കുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ മാർക്ക് ടൂൾ എടുത്ത് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുത്ത് ഇവിടെ നിന്നും ഇങ്ങനെ വരച്ച് ഒരു ബോക്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് N കൊടുത്ത് പുതിയ ലെയർ എടുക്കുകയാണ്. പുതിയ ലെയർ എടുത്തതിന് ശേഷം ഞാൻ അവിടെ അല്പം കൂടി ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുന്നു. ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ D കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം വീണ്ടും ലെയർ എടുത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്ത ബോക്സിനെ ഞാൻ വലിച്ച് ഏറ്റവും താഴത്തെ ലെയറാക്കി ഇട്ടു. ഓക്കെ, ഇത്രയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടീസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഒരു ഷേപ്പ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രയാങ്കിൾ ടൂൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ ടൂൾ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. വരച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് കാണാം. ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് മൂലകളൊന്ന് നമുക്ക് ഒരു ഓവൽ ഷേപ്പായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ സെലക്ഷൻ കൊടുക്കാം. സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ പുതിയ ലെയർ എടുക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തു. അതിന് ഞാൻ ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം അതിപ്പോൾ ഈ ലെയറിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ്. അതിനെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ അത് മുകളിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലെയറിൽ നമ്മൾ ഡ്രാഗ് ചെയ്തതിന് മുകളിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്തതിന് മുകളിലേക്ക് കൊണ്ടുവന്നു. കൺട്രോൾ T കൊടുത്തതിന് സെലക്ഷൻ കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ റൊട്ടേറ്റ് 90 ക്ലോക്ക് വൈസ് കൊടുത്തു. ഓക്കെ, റൊട്ടേറ്റ് 90 ക്ലോക്ക് വൈസ് കൊടുത്തു. അതിനുശേഷം അതിനെ ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കണം. അപ്പോൾ കൺട്രോൾ J കൊടുത്തുകൊണ്ട് ഒരു കോപ്പി എടുക്കാം, ഇല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പിയുടെ എടുക്കാം. ഓക്കെ, ഞാൻ കീബോർഡിൽ ആൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് അതിനെ ഇങ്ങോട്ട് നീക്കി വെച്ച് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. എനിക്ക് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തു. ഇപ്പോൾ 3 കോപ്പി എടുത്തിട്ടുണ്ട്. 3 കോപ്പിയും കൂടെ നമുക്ക് ഒരുമിച്ച് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മൗസ് ആ ലെയറുകൾ ഏതൊക്കെയാണോ ആ ലെയറുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലെയറുകളിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ 3 ലെയറും കൂടി ഒരുമിച്ച് നമുക്ക് സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ മറിച്ച് 3 കൂടി വെച്ചതിന് ശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി ഒന്ന് അതിനെ ചെറുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ആദ്യത്തെ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഇവിടെ FX-ൽ നിന്നും ഞാൻ അതിനെ സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട് വരുന്നത് ആൾട്ട് LY K എടുത്ത് ഷോർട്ട് കട്ട് എടുത്ത് അതിനെ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് ഞാൻ തൽക്കാലം ഒരു 28 കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. 28 ഓക്കെ കൊടുത്തതിന് ശേഷം ഇപ്പൊ ഇതിന് കൊടുത്തിട്ടുള്ള അതേ സ്ട്രോക്ക് തന്നെ എനിക്ക് ഈ 2 ഷേപ്പുകൾ കൂടെ കൊടുക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ലെയറിന് ആദ്യത്തേതിന് ഇവിടെ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് കോപ്പി ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കോപ്പി ലെയർ സ്റ്റൈൽ. അപ്പൊ ആ ലെയർ സ്റ്റൈലിനെ നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷമുള്ള ഈ 2 ലെയറുകളുണ്ട്. അപ്പൊ 2 ലെയറും കൂടെ എനിക്ക് ഒരുമിച്ച് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ലെയറിൽ സെലക്ഷൻ ഉണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ലെയറിലും കൂടി ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് 2 ലെയറും ഒരുമിച്ച് ഇപ്പോൾ സെലക്ഷൻ ഉണ്ട്. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ 2 ലെയറിനും ഒരുമിച്ച് നമ്മൾ ആദ്യത്തെ ലെയറിന് കൊടുത്ത അതേ ഒരു എഫക്റ്റ് ഇതിനും കിട്ടും.
ഇനി ഞാൻ ഇത് 3 ലെയറും കൂടി അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെക്കുകയാണ്. അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചു കൊടുത്ത ഈ 2 ലെയറുകളുണ്ട്, അതായത് ഒന്ന് ഇതും അതിൻ്റെ താഴെയുള്ള ഇതും. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ഒന്നിച്ച് സെലക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടും. അതിനുശേഷം ഞാൻ രണ്ടിനെയും കൂടി അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെക്കുകയാണ്. അല്പം കൂടി മുകളിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മുകളിലത്തെ ലെയറിനെ താഴേക്ക് വലിച്ചു വെച്ച് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കി ടൂൾ എടുക്കും. റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ എടുത്ത് ഈ ലെയറിന്റെ മുകളിൽ ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കും. വരച്ചു കൊടുത്തതിന് ശേഷം മൂവ് ടൂൾ എടുത്ത് കൺട്രോൾ ടി കൊടുക്കും. കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ഒരു ലെയർ ഫുള്ള് താഴേക്ക് കിട്ടും. കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ഇമേജുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ഇമേജ് കൊണ്ടുവരാം. അതിന് മുമ്പ് നമ്മുടെ മാറ്ററുകളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്ററുകളെല്ലാം കൂടി ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്ര മാറ്ററുകളാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വർക്കിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും കൂടി ഞാൻ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇത്രയും ഇങ്ങനെ ട്രാഗ് ചെയ്ത് ഒരുമിച്ച് സെലക്ഷൻ ചെയ്യുന്നു. സെലക്ഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഈ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഞാൻ വയ്ക്കുകയാണ്. ഓക്കെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമ്മുടെ അടുത്ത മാറ്ററായിട്ട് ഈ ഒരു ആമുഖമുണ്ട്. ആ ആമുഖത്തിനെയും നമ്മുടെ മാറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചു. ഓക്കെ, ഇവിടെ ആയിട്ട് വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത മാറ്റർ ഇങ്ങനെ ഒരു മാറ്ററുണ്ട്. ഇതിനെയും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിന് ഞാൻ ഇവിടെ താഴേക്ക് ഇവിടേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഈ ഹോം ഡെലിവറി എന്നുള്ളത് കൊണ്ടുവരുന്നു. അതിനെ ഞാൻ കൊണ്ടുവന്ന് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ഒരു ഉദ്ഘാടകനുണ്ട്, ആളിൻ്റെ പേരുണ്ട്. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഉണ്ട്, ഉദ്ഘാടനം എന്നുള്ള ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ മുകളിലേക്ക് വയ്ക്കുന്നു. വച്ചതിന് ശേഷം ഇത് ഞാൻ 2023 ഡിസൈൻ ചെയ്ത 2023 ഞാൻ ഡിസൈൻ ചെയ്ത ഒരു നോട്ടീസ് വർക്കാണ്. അതാണ് ഇതിനകത്ത് 2021 ഒക്ടോബർ 21 എന്നുള്ള ഡേറ്റ് കാണിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ചെയ്ത ആ നോട്ടീസ് ഞാൻ വീണ്ടും ഒന്നുകൂടി ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഡേറ്റ് ഇവിടെ കൊണ്ടുവന്നു. കൺട്രോൾ എ കൊടുത്ത് സെലക്ഷൻ ചെയ്തതിനു ശേഷം കൺട്രോൾ ടി കൊടുക്കുമ്പോൾ നമുക്കിവിടെ ക്യാരക്ടർ മാർക്ക് കിട്ടും. ഓക്കെ, ഞാൻ അതിന് ഡേറ്റ് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ്. അതിനുശേഷം ഒക്ടോബർ എന്നുള്ളത് മാത്രം ഞാൻ കൺട്രോൾ എക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും അവിടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തു, ആ സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം 23 എന്നുള്ളതും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ വെച്ച് അതിനെ വീണ്ടും പേസ്റ്റ് ചെയ്തു. 23 എന്നുള്ളതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. 23 എന്നുള്ളതിന് ഞാൻ അല്പം ഒരു ബോൾഡ് ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം കൺട്രോൾ ജി കൊടുത്തതിന് ഹൈറ്റ് മാത്രം ഞാൻ അല്പം കൂടി ഒന്ന് വലിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിവിടെ നിൽക്കട്ടെ. ഈ 11 AM എന്നുള്ളത് 23ന്റെ അടിയിൽ നിൽക്കുന്ന രീതിക്ക് വേണം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 23നെ ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കിയാണ്. ഓക്കെ, 23നെ അല്പം കൂടി ഒന്ന് വലുതാക്കി 11 അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് വെച്ചതിന് ശേഷം ഈ ഒക്ടോബർ എന്നുള്ളതിനെ ഞാൻ കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് 90 കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം അതിനേതായി ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൊണ്ടുവച്ചതിന് ശേഷം 23 എന്നുള്ളത് ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇതിനകത്തേക്ക് ഒതുക്കി നിർത്തുകയാണ്. ഓക്കെ, ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ ഒന്നിച്ചൊന്ന് സെലക്ഷൻ ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓരോരോ ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ലെയറുകളെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇതിവിടെ നിർത്തിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഷേപ്പിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഞാനിവിടെ പുറത്തു നിന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകൾ കാണാം. 4 മൂലകളിലും ഓരോ പോയിന്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരു മൂലയുടെ പോയിന്റ് പിടിച്ച് അകത്തേക്ക് വലിച്ച് ഇതിനെ ഒന്ന് കോർണർ എലിപ്സ് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മാറ്റിയെടുത്തതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് സെലക്ഷൻ കൊടുത്തു. സെലക്ഷൻ കൊടുത്തതിന് ശേഷം ലെയർ എടുത്ത് പുതിയ ലെയർ എടുക്കുകയാണ്. പുതിയ ലെയർ എടുത്തതിന് ശേഷം അപ്പോൾ തൽക്കാലം ഇവിടെ കളറ് ബ്ലാക്ക് ആണ് കിടക്കുന്നത്. ആ ബ്ലാക്ക് തന്നെ തൽക്കാലം ഞാൻ കൊടുക്കുകയാണ്. ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളറ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റിന് മുകളിലാണ് ഈ ലെയർ നിൽക്കുന്നത്. അപ്പോൾ അതിനെ തൊട്ട് താഴത്തെ ലെയറുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട്
കീബോർഡിൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓരോ തവണ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ലെറ്ററുകളായതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഒക്ടോബർ എന്നുള്ളത് 11 AM എന്നുള്ളത് 23 എന്നുള്ളത് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ F6 അടിച്ച് വിൻഡോസിൽ നിന്ന് F6 അടിച്ച് കളർ എടുത്ത് കളർ സ്വാച്ചസിൽ ഞാൻ ഇവിടെ വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മൂന്നും കൂടി ഒന്നിച്ച് വൈറ്റ് കളർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പ് ലെയർ 6 എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനെ കീബോർഡിൽ കൺട്രോള് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് 1, 2, 3 തവണ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ 3 ലെയറിന്റെ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിവിടെ ആളിന്റെ ഫോട്ടോ കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ടിനകത്താണ് ആളുടെ ഫോട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട്, അതായത് നമ്മളെ മാർക്കി ടൂളിൽ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുകയാണ്. റൗണ്ട് വരച്ചതിന് ശേഷം ഇപ്പോൾ പുതിയൊരു ലെയർ എടുക്കുന്നു. Ctrl+Shift+N പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയൊരു ലെയർ എടുത്തു. അതിന് Alt ഡിലീറ്റ് കൊടുത്ത് ഒരു കളർ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ടാണ് അവിടെ ആ വൈറ്റ് കളർ കിട്ടിയത്. Alt ഡിലീറ്റ് ആണ് ഞാൻ കൊടുത്തത് കളർ കിട്ടാൻ വേണ്ടി. കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ നോട്ടീസിന്റെ ഫോർമാറ്റ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇമേജുകളാണ് കൊണ്ടുവരാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇമേജുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ആദ്യം ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതിന് ഞാൻ Ctrl+A കൊടുത്ത് സെലക്ഷൻ ചെയ്തതിന് ശേഷം Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി എടുത്തതിന് ശേഷം നമ്മുടെ ഈ വർക്കിലേക്ക് വന്ന് ഞാനിവിടെ ആദ്യത്തെ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ലെയർ 3 ആദ്യത്തെ ഷേപ്പ് സെലക്ട് ചെയ്തു. അതിലേക്ക് Ctrl+V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിനകത്തേക്ക് നമുക്ക് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലെയറിലെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് കൊടുക്കാം. Alt+Ctrl+G ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് അതിനകത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് ഐറ്റം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ബിരിയാണിയുടെ എടുക്കുകയാണ്. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തു. നമ്മുടെ വർക്കിലേക്ക് വന്ന് ഈ രണ്ടാമത്തെ ഷേപ്പ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. ലെയർ 3 കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+V പ്രസ് ചെയ്ത് അതിനെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം അതിന് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് Alt+Ctrl+G അല്ലെങ്കിൽ കീബോർഡിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മൂന്നാമത്തെ ഷേപ്പിലേക്കും നമുക്ക് ഇമേജ് കൊണ്ടുവരാം. അപ്പം മൂന്നാമത്തെ ഫുഡ് ഐറ്റം ഞാൻ Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തു. നമ്മുടെ വർക്കിലേക്ക് വന്ന് ഇവിടെ വെച്ച് ഈ ലെയർ സെലക്ട് ചെയ്തു. ഈ ഷേപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+V പ്രസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അതും അതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നിൽക്കട്ടെ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഷേപ്പ് അല്പം കൂടി ഒന്ന് പുറത്തേക്ക് നീക്കി വെക്കാം. ഓക്കെ, അല്പം കൂടി പുറത്തേക്ക് നീക്കി വെക്കാമേ. പുറത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഷേപ്പും അല്പം കൂടി പുറത്തേക്ക് നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷേപ്പിനകത്ത് വെക്കേണ്ട ഫുഡ് ഐറ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ടിനകത്ത് ആളിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആ റൗണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+V പ്രസ് ചെയ്ത് ആ ലെയർ അതിനകത്ത് വെക്കുകയാണ്. ഇനി അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് Alt+Ctrl+G കൊടുത്ത് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ലെയറിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആളുടെ ഫോട്ടോ അതിനകത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ ഫോട്ടോ അതിനകത്ത് നമ്മൾ കൊടുത്തു. അതിന്റെ സെലക്ഷൻ കളഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന്, ഈ റൗണ്ടിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് Ctrl+T കൊടുത്ത് ആളുടെ ഫോട്ടോ ചെറുതാക്കി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാം. ഓക്കെ, അതിനേക്കാളും നമുക്ക് അല്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോട്ടോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ Ctrl+T കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം ഇവിടെ നിന്ന് റെക്ടാങ്കിൾ മാർക്കി ടൂൾ എടുക്കും. റെക്ടാങ്കിൾ മാർക്കി ടൂൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഫോട്ടോ, ഈ ആളിന്റെ ഫോട്ടോയെ നമുക്ക് സെലക്റ്റിൽ നിന്നും സബ്ജക്റ്റ് എന്ന ഓപ്ഷൻ, പുറത്തുകൂടി വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്റ്റിൽ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് സെലക്ഷൻ കിട്ടും.
ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സെലക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുക. Ctrl+C കൊടുത്ത് ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യാതെ Ctrl+Shift+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. Ctrl+Shift+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഫോട്ടോ അതിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഈ റൗണ്ടിനകത്ത് നിന്നാൽ മതി. നമുക്ക് തല മാത്രം പുറത്തേക്ക് നിന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ബാക്കി പുറത്തേക്കുള്ള ഡിലീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ലെയർ 7 എന്നുള്ളതാണ് ആ റൗണ്ട് വരുന്നത്. ആ റൗണ്ടിനെ നമുക്കിവിടെ സെലക്ട് പിക്സൽ എടുത്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്തരം സെലക്ട് പിക്സൽ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ലാസോ ടൂൾ എടുക്കുകയാണ്. ലാസോ ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇത്ര ഇങ്ങനെ വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ചങ്ങ് കൊടുത്തു. ഓക്കെ, ഇത്ര വരച്ച് കൊടുത്ത് ഇപ്പോൾ സെലക്ഷൻ ഇത്രയും സ്ഥലത്തുണ്ട്. അതിനുശേഷം Ctrl+Shift+I കൊടുത്ത് ഇൻവേർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെലക്റ്റിൽ ഇൻവേഴ്സ് എന്നത് കൊടുക്കാം. Ctrl+Shift+I ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ലെയർ നമ്മുടെ ആ ഫോട്ടോ അതിൽ നമ്മൾ കോപ്പി എടുത്തേക്കുന്ന ഫോട്ടോ ആ ലെയർ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആളിൻ്റെ തല അല്പം പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോർമലി ചെയ്യുന്നതിനേക്കാളും അല്പം ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ വർക്ക് കാണാൻ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. ഇനി ആ റൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക. ലെയർ 7 അതായത് റൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം Alt+L+K കൊടുത്ത് സ്ട്രോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ FXൽ നിന്ന് സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, FX എടുത്ത് ഞാനിവിടെ വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഓക്കെ എടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ കൊണ്ടുവരണം. ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ലെയർ 1 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ മാറ്റർ ഈ ഒരു ഫോട്ടോകളെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ഈ ഒരു ലെയറിലേക്കാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആദ്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ സ്ട്രക്ചറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു, Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തു, Ctrl+V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം Ctrl+T കൊടുത്ത് ഞാൻ അതിനെ റൊട്ടേറ്റ് 90 ക്ലോക്ക് വൈസ് കൊടുക്കുകയാണ്. റൊട്ടേറ്റ് 90 ക്ലോക്ക് വൈസ് കൊടുത്ത് നമുക്ക് ഇവിടെ അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ചെറുതാക്കി ഇവിടേക്ക് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം Ctrl+Alt പ്രസ് ചെയ്തുകൊണ്ട് G കൊടുത്ത് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ലെയറിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് അതിനകത്തായിട്ടുണ്ട്. ഓക്കെ, ഇനി പുറത്ത് ഇവിടെ ഒരു ലൈറ്റ് ഗ്രേ കളറും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തൽക്കാലം ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. അതിന് Alt+Shift+Delete കൊടുത്താൽ മതി. Alt+Shift+Delete കൊടുക്കുമ്പോൾ ആ ഓറഞ്ച് കളർ അതിന് കിട്ടും. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ഒരു ഗ്രേ കളർ കൊടുക്കാം. ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു, Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം Ctrl+V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. Ctrl+T കൊടുത്ത് അതിനെ ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി അതിനകത്ത് ഒന്ന് നിർത്തുകയാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ആ ബോക്സിനകത്തേക്ക് നമുക്കൊരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, ഇതും ഞാൻ അതുപോലെ തന്നെ Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തു, Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തതിനു ശേഷം ഈ ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം Ctrl+T കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് 90 ക്ലോക്ക് വൈസ് കൊടുക്കുന്നു. അപ്പോൾ ഈ വൈറ്റ് കളർ താഴെ കൊടുത്താലായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി റൊട്ടേറ്റ് 180 കൊടുക്കുകയാണ്. ഓക്കെ, റൊട്ടേറ്റ് 180 കൊടുത്ത് അതിനകത്ത് ഒന്ന് ഒതുക്കി നിർത്തുകയാണ്. ആ ഒരു ഡിസൈൻ കിട്ടുന്ന രീതിക്ക് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു, ലെയറിലെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് ആ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ആ എഴുത്ത് അറിയാൻ പറ്റും. മുകളിൽ ആ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നൊരു PNG ഫയലുണ്ട്. അതിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് Ctrl+T കൊടുത്ത് Alt+Shift പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ചെറുതാക്കി ഇവിടേക്ക് ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ഓക്കെ, ഏകദേശം ആ ഒരു ബോക്സിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കട്ടെ. നമ്മൾ ഈ ഡേറ്റ്, തീയതി, സമയം, മാസം ഇതെല്ലാം കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വലതേക്ക് നീക്കി വെക്കുകയാണ്. ഈ ബ്ലാക്ക് കളറ് നമുക്ക് അല്പം ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ വരുന്നൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് അല്പം കൂടി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി കൊടുക്കാം.
ഇപ്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക്. ഓക്കെ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കൊരു എന്താ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു PNG ഫയൽ ഉണ്ട്. ഇതിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കൺട്രോൾ A കൊടുത്ത് അതിനൊന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ C കൊടുത്ത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് അത് വയ്ക്കേണ്ടത് നമ്മളിവിടെ ഈ ഒരു ഫോട്ടോ ഒരു റൗണ്ടിനകത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ റൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ലെയർ 7 എന്നതാണ് ആ റൗണ്ട് വരുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറായിട്ട് വരുന്ന രീതിക്ക് ഞാൻ അതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കൺട്രോൾ T കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ചെറുതാക്കി ആ ഫോട്ടോയുടെ പുറകിലായിട്ട് വയ്ക്കുകയാണ്. ആ ഫോട്ടോയുടെ പുറകിലായിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ബ്ലാക്ക് കളറാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വൈറ്റ് കളറായിരിക്കും നല്ലത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ വൈറ്റ് കിടക്കുന്നത് കൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളർ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു യെല്ലോ കളർ ഉള്ളത് കൊണ്ട് നമുക്ക് ഓറഞ്ച് കളറും അവിടെ ചേരും. അപ്പോൾ ഒരു ഓറഞ്ച് കളർ, ജസ്റ്റ് ഒരു ഓറഞ്ച് കളർ എടുക്കാം. ഒരു ഓറഞ്ച് കളർ എടുത്തു. എന്നിട്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ്. ഓക്കെ, കൺട്രോൾ T കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോയുടെ പുറകിൽ ആ ഒരു ഡോട്ട് ഒരു എഫക്റ്റ് ആയിട്ട് കിട്ടും. ഡേറ്റ് നമുക്ക് ഈ ഒരു പേര് ഇപ്പോൾ ലെയറിന്റെ താഴെയാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വർക്കിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു 1-2 സാധനങ്ങളും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. 1-2 ഐറ്റം കൂടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു വാഴയില അതിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. PNG ഫയലാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാഴയില ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ കൺട്രോൾ T കൊടുത്ത് ഞാൻ ഈ ഒരു മൂല അല്പം ഒന്ന് ചരിച്ചു കൊടുക്കുകയാണ്. അല്പം ഒന്ന് ചരിച്ച് ഇവിടെ ഇത്രയും കാണുന്ന രീതിക്ക് നമുക്ക് നിർത്താം. ഓക്കെ, ഇത്രയും കണ്ടാൽ മതി. ഫുള്ളായിട്ട് കൊടുക്കണമെന്നില്ല, അത്രയും നിർത്താം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വെറൈറ്റി കിട്ടും. ഇത് നമുക്ക് ഇത്രയും സാധനങ്ങൾ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കണം. അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തൊന്ന് വരയ്ക്കുകയാണ്. ഇത്രയും ഡ്രാഗ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഡ്രാഗ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ലെയർ എടുത്താൽ നമുക്കറിയാം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബോക്സും ഒക്കെ അത് സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനകത്തുള്ള ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും വെളിയിലുള്ള ഇവിടെ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിനും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതിലുള്ള സെലക്ഷൻ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് അതിനെല്ലാം കൂടി ഒന്ന് താഴേക്ക് ജസ്റ്റ് കൂടെ താഴേക്ക് ഒന്ന് ഇറക്കി വയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു ആമുഖത്തിനെയും ഞാൻ കുറച്ചുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുന്നു. ഈ വാഴയില അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, വാഴയില അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കിട്ടിയാൽ മതി. ഇത്രയും വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-2 കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു ഒരു മെഹന്തി പോലത്തെ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അത് നമുക്ക് ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാം, ഏറ്റവും പുറകിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഏറ്റവും അടിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനും ഏറ്റവും അടിയിലേക്കാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഓക്കെ, വച്ചതിന് ശേഷം അതിനെ ഒന്ന് മുകളിലേക്ക് ഞാൻ നീക്കി ഇവിടേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അല്പം കൂടി ഒന്ന് കുറച്ച് ഒരു 18-20 കൊടുത്താൽ മതിയാവും. ഓക്കെ, അതിനുശേഷം കൺട്രോൾ C കൊടുത്ത കൺട്രോൾ J കൊടുത്തുകൊണ്ട് അതിനൊരു കോപ്പി എടുക്കാം, അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഡ്രാഗ് ചെയ്ത് നീക്കി ഇങ്ങനെ ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് കൺട്രോൾ T കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ സൈഡ് പിടിച്ചൊന്ന് റൗണ്ട് ചെയ്ത് അല്പം ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് താഴേക്ക് കൂടി ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ കളഞ്ഞതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു കോപ്പി കൂടെ വേണം. അപ്പോൾ ഞാൻ അതിനെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നീക്കി അതിൻ്റെ ഒരു കോപ്പി എടുത്തു. അതിനുശേഷം കൺട്രോൾ A കൊടുത്ത് മൊത്തത്തിൽ സെലക്ഷൻ ചെയ്തതിനു ശേഷം കൺട്രോൾ X കൊടുത്ത് അതിനെ കട്ട് ചെയ്തു. കൺട്രോൾ X കൊടുത്ത് കട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ ഈ വുഡൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് വന്ന് കൺട്രോൾ V കൊടുത്ത് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ലെയറിനകത്തേക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് വെച്ചതിന് ശേഷം കൺട്രോൾ T കൊടുത്ത് ഞാൻ വീണ്ടും അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് വേണ്ട ഡിസൈൻ കിട്ടുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. വെച്ചതിന് ശേഷം
സെലക്ഷൻ കളഞ്ഞു. ഇപ്പം അത് പുറത്തേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആൾറെഡി ആ ഒരു വുഡൻ കളറ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിനെ വലിച്ച് അതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് ഇടുമ്പോഴത്തേക്ക് തൊട്ട് പുറകിൽ അടിയിലായിട്ട് കിട്ടും. അതിന് വീണ്ടും ഒന്നുകൂടി വലിച്ച് മുകളിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബ്ലാക്ക് കളർ ഇതിൽ ചേരാത്തത് കൊണ്ട് അല്പം ഒരു ലൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കളർ എടുക്കുകയാണ്. കളർ പിക്കർ എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു വുഡൻ ടെക്സ്ചറിൽ ഇവിടെ ലൈറ്റ് കളർ വരുന്ന ഭാഗമുണ്ട്. അപ്പോൾ ലൈറ്റ് കളർ വരുന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ലൈറ്റ് കളർ എടുക്കുക. എടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് കളർ കിട്ടും. അതിൻ്റെ ഒപ്പാസിറ്റിയും അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ ജെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഈ ഒരു വശത്തേക്ക് ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വർക്കിൽ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ അല്പം കൂടി ഒന്ന് വേണമെങ്കിൽ വലുതാക്കി കൊടുക്കാം. അപ്പോൾ ആ ലെയറുകളെല്ലാം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ ടി കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി. ഓക്കെ, ആളിൻ്റെ ഫോട്ടോ ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ കളഞ്ഞു. ഇവിടെ നമ്മൾ ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡോട്ടിനെ ഞാനിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡോട്ട് സെലക്ട് ചെയ്തു. അത് അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയൊന്ന് വലുതാക്കി നിൽക്കട്ടെ. അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം. ഓക്കെ, ഇത്രയും സാധനങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇതെല്ലാം കൂടി ഒരു PNG ഫയലാണ്. അപ്പോൾ ഞാൻ അതിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ലാസോ ടൂൾ എടുക്കുകയാണ്. ലാസോ ടൂൾ എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് സെലക്ഷൻ കൊടുത്തു. കൺട്രോൾ C കൊടുത്ത് കോപ്പി എടുത്തു. അതിനുശേഷം നമ്മുടെ വർക്കിലേക്ക് വന്ന് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ V കൊടുക്കുന്നു. കൺട്രോൾ T കൊടുത്ത് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതാക്കി നമ്മുടെ ഇവിടെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, സെലക്ഷൻ കളഞ്ഞു. വീണ്ടും അടുത്തത് ഞാൻ ഈ ഒരു ഇല ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് വരച്ചാണ് സെലക്ട് ചെയ്യുന്നത്. കൺട്രോൾ C കൊടുത്ത് കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തതിന് ശേഷം വീണ്ടും ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെച്ച് അതിനെ കൺട്രോൾ T കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഞാനിങ്ങനെ വരച്ച് സെലക്ട് ചെയ്തു. കൺട്രോൾ C കൊടുത്ത് കോപ്പി എടുത്തു. അതിനുശേഷം നമ്മുടെ വർക്കിലേക്ക് വന്ന് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് തന്നെ വെച്ചതിന് ശേഷം കൺട്രോൾ V കൊടുത്ത് പേസ്റ്റ് ചെയ്തു. കൺട്രോൾ T കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇലയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ടൂൾ എടുത്ത് ഞാൻ ഇങ്ങനെ വരച്ചൊന്ന് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ C കൊടുത്ത് കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ T കൊടുത്ത് അതിനെ ഒന്നുകൂടെ ചെറുതാക്കി ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇങ്ങനെ പുറത്തേക്കൊന്ന് അല്പം പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് കൊടുക്കാം. ഓക്കെ, വെച്ചു. അതിൻ്റെ തന്നെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ നിർത്തിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യുന്നു. കീബോർഡിൽ L പ്രസ് ചെയ്ത് ലാസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒന്ന് പുറത്തുകൂടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. വരച്ചെടുത്തു. കൺട്രോൾ C കൊടുത്ത് കോപ്പി എടുത്തു. കൺട്രോൾ ഷിഫ്റ്റ് V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇലയുടെ ഈ ഒരു ഇമേജ് ഇത്രയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇല മാത്രം മതി. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളയണം. അപ്പോൾ മാജിക് ബാൻഡ് ടൂൾ എടുക്കാം. W ആണ് ഷോർട്ട് കട്ട് വരുന്നത്. മാജിക് ബാൻഡ് ടൂൾ എടുത്ത് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഇത്രയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ടൂള് L അടിച്ച് ലാസ്റ്റ് ടൂൾ എടുക്കുന്നു. ഇപ്പോൾ ഈ അകത്തേക്കുള്ള സെലക്ഷൻ നമുക്ക് കളയണം. അപ്പോൾ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ച് ഒന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്ക് വീണിട്ടുള്ള സെലക്ഷൻ ഇല്ല. ഇവിടെ നമുക്ക് പോകും. ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്കുള്ള സെലക്ഷൻ എല്ലാം പോയി കിട്ടും. അതിനുശേഷം ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അത് അല്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കണക്കുള്ള ഒരു ഫീൽ വരും. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിയിലെ ഈ ഒരു സംഭവം നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ലാസോ ടൂൾ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ വരച്ചൊന്ന് സെലക്ഷൻ ചെയ്തു. ഇത്രയും വരച്ചൊന്ന് സെലക്ഷൻ ചെയ്തു. കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തു. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന എന്ത് കോപ്പി ചെയ്താലും നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ നമുക്കത് പേസ്റ്റ് ആയി കിട്ടും. അല്ലാതെ നമ്മൾ കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ വി കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് ഒരു അലൈൻമെന്റ് അല്പം ഒന്ന് മാറി കിട്ടും. പിന്നെ നമ്മൾ അതിനെ വീണ്ടും കൊണ്ടുവച്ച് ഇങ്ങനെ ട്രാഗ് ചെയ്തൊക്കെ നീക്കിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതേ സ്ഥലത്ത് തന്നെ നമുക്കത് പേസ്റ്റ് ആയി കിട്ടും. ഇനി ഇതിന്റെ പുറത്തേക്കുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പോലെ മാജിക് ബാൻഡ് ടൂൾ എടുത്ത് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത് അത്രയും ഭാഗത്ത് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അത് നമുക്ക് ഇവിടെ അകത്തേക്ക് സെലക്ഷൻ വീഴുന്നതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൂൾ എടുത്ത് വരയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ പെൻ ടൂൾ എടുത്ത് ഞാൻ ഇതുപോലെ വരയ്ക്കുകയാണ്. ആ പെൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പെൻ ടൂൾ ഉപയോഗിച്ച് അതിനെ ആദ്യം ഒന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കുള്ള ആ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് കളയേണ്ടത്. അപ്പോൾ സെലക്റ്റിൽ നിന്ന് ഇൻവേഴ്സ് കൊടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് അത് അല്പം പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഫീല് നമുക്കിവിടെ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ വർക്ക് ആ ഒരു ഷേപ്പിനകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീല് കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു ജസ്റ്റ് ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇവിടെ ഈ ഒരു ഹോം ഡെലിവറി എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമുക്ക് അതും ഇതുപോലെ ഒരു ബോക്സിനകത്ത് ആക്കാം. അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് 3ന്റെ കോപ്പി അത് നമ്മൾ സെലക്ട് ചെയ്തു. കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം ലെയറിൽ തൊട്ട് താഴെയുള്ള ലെയർ നമ്മൾ കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും അതിനെ ഒന്ന് ചെറുതാക്കുകയാണ്. ചെറുതാക്കി ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് നമുക്കൊന്ന് കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം സെലക്ഷൻ കളയുന്നു. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രോക്ക് നമുക്ക് വേണ്ട, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഈ ഒരു എഫക്റ്റില് ഈ കാണുന്ന ഒരു ഈ ഒരു ഐ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു എഫക്റ്റ് പോയി കിട്ടും. ഹോം ഡെലിവറി എന്നുള്ളത് ലെയർ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലെറ്ററിന് വൈറ്റ് കളർ കിട്ടും. ഓക്കെ, കൺട്രോൾ ടി കൊടുക്കുന്നു. അല്പം കൂടി ഒന്ന് ചെറുതാക്കി അകത്തേക്ക് നിർത്തുന്നു. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ലെറ്ററുകൾക്ക് ഒന്ന് കളർ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ലെറ്ററിന് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ കിടക്കുന്നതുകൊണ്ട് തന്നെ കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ അതിന് വൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ ദേ എന്നുള്ളതിനും വൈറ്റ് കളർ കൊടുക്കുന്നു. കൺട്രോൾ ഡിലീറ്റ്. കോങ്ങനാട് കിളിമാനൂർ ഫോൺ നമ്പർ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിനും കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു സിൻസ് എന്നുള്ള സാധനമുണ്ട്, അതും സെലക്ട് ചെയ്ത് വൈറ്റ് കളർ കൊടുത്തു. ഇനി ഈ അമ്മച്ചിക്കട എന്നുള്ളതിൻ്റെ പേര്, അതായത് ഹോട്ടലിൻ്റെ പേരിന് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, സ്വാച്ചസ് എടുത്ത് മഞ്ഞ കളർ കൊടുത്തു. തനിനാടൻസ് എന്നുള്ളത് കസ്റ്റമറിന് റെഡ് കളർ വേണമെന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ലെയറിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പുതിയൊരു ലെയർ എടുക്കുകയാണ്. പുതിയ ലെയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂൾ എടുത്ത് നമ്മളിവിടെ കളറിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഒന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ കൊടുത്ത ഒരു ഡിസൈൻ അതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനെ നമുക്ക് തൊട്ട് താഴത്തെ ലെയർ ആക്കണം. അപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ലെറ്ററുകളെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ഇനി ഇവിടെ ഈ ലൊക്കേഷൻ്റെയും ഫോണിൻ്റെയും 2 എംബ്ലങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൊക്കേഷൻ്റെ എംബ്ലം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ തൽക്കാലം ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. ഓക്കെ, ഈ ഓറഞ്ച് കളർ ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കളർ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഫോണിൻ്റെ എംബ്ലം സെലക്ട് ചെയ്യുന്നു. ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ്. ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ നമുക്ക് അവിടെ കിട്ടും.
ഇനി തനിനാടൻ രുചിക്കൂട്ടുകളുമായി എന്നുള്ളതിൽ നമ്മൾ ടൈപ്പ് ടൂൾ എടുത്ത് അത് മാത്രം സെലക്ട് ചെയ്ത് കളറിൽ അതിനും നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, സെലക്ഷൻ കളഞ്ഞു. ഇനി നമ്മുടെ ഇവിടെ ഈ ഹോം ഡെലിവറി എന്നുള്ളതിൻ്റെ അടിയിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിന് നമുക്ക് ഒരു ഒരു ലൈറ്റ് റെഡ് കളർ, ഒരു കാവി കളർ കൊടുക്കാം. അതിന് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ബോക്സിന് ആ ഒരു കളർ കിട്ടും, ഫോർഗ്രൗണ്ട് കളർ. ഇനി ഉദ്ഘാടനം എന്നുള്ളതിന് നമുക്ക് ആളിൻ്റെ പേര് മാത്രം ഒന്ന് കളർ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ആളിൻ്റെ പേര് മാത്രം ഒന്ന് റെഡ് കളർ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആമുഖം വരുന്നതിന് നമുക്കൊരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ ആദ്യം കൊടുക്കാം. ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം അതിൽ ഡേറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് മാത്രം ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളർ സോഴ്സിൽ നിന്ന് റെഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരുടെ പേരുകളുണ്ട്. രണ്ടുപേരുടെ പേരുകളും അല്പം ഒന്ന് ഈ ലെറ്ററുമായിട്ടൊന്നും വ്യത്യാസപ്പെട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ അല്പം ഒരു കളർ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ആ രണ്ടുപേരുടെ പേരുകൾ അല്പം ഒന്ന് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നോട്ടീസ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു സാധനം നമുക്ക് അല്പം ഒന്ന് ചരിക്കണം. അപ്പോൾ ചരിക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ടി കൊടുത്ത് അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ ബട്ടൺ അല്പം ഒന്ന് മുകളിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ചേർന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊരു ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പെൻ ടൂൾ എടുക്കുന്നു. പെൻ ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് ഒരു ഷേപ്പ് മാറ്റം വരുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ വരച്ചതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് അതിന് സെലക്ഷൻ കൊടുക്കാം. സെലക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ലെയർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ അതിന് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് ഞാൻ അതിന് സെലക്ഷൻ കൊടുത്തു. കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിന് വൈറ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കാണാം ആൾറെഡി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി. കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം. അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കണം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചു. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഷേപ്പിലും ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കൺട്രോൾ ഇ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ മെർജ് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ ഇ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്കിവിടെ ആ ലെയറിൽ മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഞാൻ അല്പം കൂടി ഒന്ന് ചരിച്ച് വെച്ചു. വെച്ചതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് നീക്കി കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ അല്പം ഒന്ന് താഴ്ത്തി ഇറക്കി വെക്കാം. അല്ലെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, വെച്ചു. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് ആദ്യത്തെ ഷേപ്പിനെ ഇവിടേക്ക് വെച്ച് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചു. ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമ്മുടെ വർക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇല എടുത്തിട്ടുണ്ടായിരുന്നു PNG ഫയല്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി പ്രസ് ചെയ്ത് അല്പം കൂടി അതിനെ ഒന്ന് വലുതാക്കി ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് അത് പോകും. ഇവിടെ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ വലിച്ച് നമ്മൾ നേരത്തെ കൊടുത്ത ഗ്രേ ബാക്ക്ഗ്രൗണ്ടിനെ തൊട്ട് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഫിൽറ്റർ എടുക്കുക, ബ്ലർ എടുക്കുക, അതിൽ ഗോഷൻ ബ്ലർ എടുക്കുക. ഫിൽറ്ററിൽ ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുത്ത് അല്പം ഒന്ന് ഫെയ്ഡാക്കി നമുക്ക് ഇവിടേക്ക് ഒന്ന് താഴേക്ക് ഒന്ന് ഇറക്കി വെച്ച് അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇങ്ങോട്ട് ഇവിടേക്ക് ഒന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് വയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ അമ്മച്ചിക്കട എന്നുള്ളതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെവൽ ആൻഡ് എംബസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഫക്ട്സിൽ നിന്ന് അതിന് ബെവൽ ആൻഡ് എംബസ് കൊടുക്കുകയാണ്. ഇവിടെ സ്മൂത്ത് മാറ്റി ഹാർഡ് കൊടുക്കാം. ഹാർഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നോർമല് ഹൈലൈറ്റ് മോഡ് യെല്ലോന് കൊടുക്കാം. ഷാഡോ മോഡ് നമുക്കൊരു റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പോസിറ്റി അല്പം കൂടി കൂട്ടി കൊടുക്കുന്നു. ഇവിടെ ഗ്ലോസ് കൗണ്ടർ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തതിന് ശേഷം ഇനി ഒപ്പോസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അത്ര നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ തനി നാടൻ എന്നുള്ളതിന് വൈറ്റ് സ്ട്രോക്ക് കൊടുക്കാം. വൈറ്റ് സ്ട്രോക്ക് കൊടുക്കാതെയും ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് ടൂൾ, റെക്ടാങ്കിൾ മാർക്കറ്റ് ടൂൾ എടുത്ത്
ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരച്ച് ജസ്റ്റ് ഒരു അണ്ടർലൈൻ വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് നമുക്ക് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ലൈൻ വൈറ്റ് കളർ കൊടുക്കാം. അത് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുകയോ അതിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ലെയർ എടുക്കുക, F7 എടുത്ത് ലെയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു നമ്മൾ ആമുഖം കൊടുത്തിട്ടുള്ളത് ലെറ്റർ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കസ്റ്റമർ പറഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന മറ്റൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ള ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ എടുക്കുന്നു. പുതിയ ലെയർ എടുത്തതിന് ശേഷം നമ്മളിവിടെ കളറ് വൈറ്റ് കളർ കൊടുക്കുന്നു, ബ്രഷ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ വന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ലെറ്റർ നല്ലതുപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ നോട്ടീസ് റെഡി ആയിട്ടുണ്ട്. നോട്ടീസുകളൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ വർക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഡിസൈനേഴ്സുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത്.